ഹലോ എവരി വൺ. ആപ്റ്റിറ്റ്യൂഡിൻ്റെ യൂഷ്വലുള്ള ഡിസ്കഷനിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതായത് ജന്മനാ ഉള്ള ടാലൻ്റാണോ പ്രധാനം ഒരു കുട്ടിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ, അതോ ഹാർഡ് വർക്കാണോ എന്നുള്ളൊരു കാര്യം. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളൊരു ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്. അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതായത് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡിൻ്റെ പരീക്ഷകൾ, അതായത് ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷകൾ പലതുണ്ട്. ആർമി ആൽഫ ടെസ്റ്റ്, ബീറ്റ ടെസ്റ്റ്, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഡേവിഡ് ബാറ്ററി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്ന കുറേ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പരീക്ഷയിൽ ഇതിനെ നമുക്ക് അളക്കാൻ മെത്തേഡ് ഉണ്ട്. അതായത് ടാലൻ്റ് അളക്കാൻ വേണ്ടി ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഉപയോഗിക്കും, ഹാർഡ് വർക്ക്, എഫേർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നോളജ് ടെസ്റ്റ് ഉപയോഗിക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. ഇതിൽ ഏതാണ് പ്രധാനം എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഇത് രണ്ടും എന്തിനാണ് അളക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അതിൽ സാറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റാണ്. അതായത് ലോകത്തിൻ്റെ തുടക്കം തൊട്ടേ നമ്മൾ ഈ ചോദിച്ച നേച്ചറാണോ വേഴ്സസ് നർച്ചറാണോ, അല്ലെങ്കിൽ എഫേർട്ട് ഇൻഹറൻ്റ് ടാലൻ്റ് ആണോ അതോ എഫേർട്ടാണോ ഒരാളെ ജീവിതത്തിൽ വിജയിപ്പിക്കുക എന്നുള്ളൊരു കാര്യം പണ്ട് തൊട്ടേ പ്രശ്നമായിരുന്നു. അത് പല കാലത്തും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ ജനിക്കുന്ന ജാതിയിലോ മതത്തിലോ അല്ലെങ്കിൽ പാരൻസിൻ്റെ ഇതിലോ വംശശുദ്ധിയിലോ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ടാലൻറ്റഡ് ആകുന്നത് എന്നുള്ള ഒരു അഭിപ്രായം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. അതൊരു ഫ്യൂഡലായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോകത്ത് പല പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പം സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒരു റീസൺ തന്നെ ഹിറ്റ്ലറിൻ്റെ ആര്യൻ റേസ് തിയറി ആയിരുന്നു. അതായത് ആര്യൻസ് ഭയങ്കര സുപ്പീരിയർ ആണ് എന്നുള്ളൊരു കാര്യത്തിന്. പക്ഷേ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ലോകത്ത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു കുറേ റിസർച്ചേഴ്സിൻ്റെ. ആ എക്സ്പെരിമെൻ്റ് ഇതാണ്: 1880 തൊട്ട് 1950 വരെ ലോകത്തെ മാറ്റിമറിച്ച് ഒത്തിരി ആൾക്കാരെ അവർ പഠിച്ചു. ഒത്തിരി ആൾക്കാരെന്ന് പറഞ്ഞാൽ ലോകത്തിന് പല വിധത്തിൽ സംഭാവന ചെയ്തിട്ടുള്ള ആൾക്കാർ. അത് ശാസ്ത്രമാകാം, സാമൂഹ്യപരമാകാം, പൊളിറ്റിക്കലാകാം. അപ്പം നമ്മൾ അറിയുന്ന ടെസ്ല, ഐൻസ്റ്റൈൻ, നെഹ്റു, അംബേദ്കർ, ഇങ്ങനെയുള്ള ആൾക്കാരെ പഠിച്ചു. അപ്പോൾ അവർ ചെക്ക് ചെയ്തൊരു കാര്യം, ഇവർ ജനിച്ചപ്പോൾ ഉള്ള ഇൻഹറൻ്റ് ടാലൻ്റ് ആണോ അതോ അവർ എബിലിറ്റി എന്നുള്ളൊരു സാധനം, ആപ്റ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്തെടുത്തതാണോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒരാൾക്ക് ഒരു കാര്യത്തെപ്പറ്റി പഠിക്കണമെങ്കിൽ, അതായത് ഒരു നോളജ് ഗെയിൻ ചെയ്യണമെങ്കിൽ ഒരു മിനിമം എഫേർട്ട് എടുക്കണമല്ലോ, ഒരു മിനിമം ഹാർഡ് വർക്ക്. ആ ഹാർഡ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു കാര്യത്തിൽ മിനിമം ആയിട്ടുള്ളൊരു നോളജ് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യത്തെപ്പറ്റി ഒന്നും അറിയത്തില്ല, പക്ഷേ മിനിമം എഫേർട്ട് എടുത്താൽ നിങ്ങൾക്ക് നോളജ് കിട്ടും. ആ നോളജ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഹറൻ്റ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് കുറച്ചുകൂടെ മെച്ചമാകും. നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ആപ്റ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോളജ് ഗെയിൻ ചെയ്യാനുള്ള ഒരു ആഗ്രഹം വീണ്ടും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം. ബേസിക്കലി നോളജും ആപ്റ്റിറ്റ്യൂഡും, അല്ലെങ്കിൽ ഹാർഡ് വർക്കും എഫേർട്ടും അല്ലെങ്കിൽ ടാലൻറ്റും രണ്ടും രണ്ടായിട്ടുള്ളൊരു കാര്യങ്ങളല്ല, ഇത് മ്യൂച്വലി കണക്റ്റഡ് ആണ്. അതായത് നിങ്ങൾ ഹാർഡ് വർക്ക് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ടാലൻറ്റിനെ ഇൻഹറൻ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അത് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോളജ് ഗെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജും ആപ്റ്റിറ്റ്യൂഡും രണ്ട് ഡിഫറെൻറ്റ് കാര്യങ്ങളല്ല, ഇത് മ്യൂച്വലി കണക്റ്റഡ് ആണ്. പക്ഷേ ഇവിടുത്തെ ഉള്ളൊരു ചോദ്യം എന്ന് വെച്ചാൽ ഏതാണ് കുറേയും കൂടെ ഇമ്പോർട്ടൻ്റ് എന്നൊരു കാര്യമുണ്ട്. അതായത് ഏതാണ് നിങ്ങളെ കുറേയും കൂടെ സ്വാധീനിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ സ്റ്റഡീസ് അതിൽ പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ ഇൻഹറൻ്റ് ടാലൻറ്റ് 10% ആണെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ വിജയിക്കാൻ 90% നിങ്ങളുടെ എഫേർട്ട് ഹെൽപ്പ് ചെയ്യും എന്നൊരു കാര്യം. അതായത് ആരും ജനിച്ച പടി ഒട്ടും ബുദ്ധിമാനായിട്ടോ ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടോ ജനിക്കുന്നതല്ല, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എഫേർട്ടും ഹാർഡ് വർക്കും ആണ് ഇതിനകത്തെ ഡിഫൈനിങ് ഫാക്ടർ എന്നുള്ളൊരു കാര്യമുണ്ട്. ഇത് എക്സാമുകളിൽ കുറേ അഡ്വാൻസ് ആയിട്ടുള്ള എക്സാമുകൾ, സാറ്റ് പോലെയുള്ളതിൽ നമുക്ക് നോളജ് ഈ ഹാർഡ് വർക്കിനെ എഫേർട്ടിനെ കാണിക്കും. ടാലൻ്റ് എന്നുള്ളൊരു കാര്യം ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് കാണാൻ പറ്റും എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതിലൊരു കാര്യം ചിന്തിക്കുക, ഇതിനെ നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ചില ആൾക്കാർക്ക് നല്ല ടാലൻറ്റും ഹാർഡ് വർക്കും ഉണ്ടാവും. എന്ന് വെച്ചാൽ അവരുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ സ്കോറും ഹൈ ആയിരിക്കും, നോളജിൻ്റെ സ്കോറും ഹൈ ആയിരിക്കും. ചില ആൾക്കാർക്ക് ടാലൻറ്റ് ഹൈ ആണ്, എഫേർട്ട് കുറവാണ്, അപ്പോൾ അവരുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഹൈ ആയിരിക്കാം, നോളജ് നെഗറ്റീവ് ആയിരിക്കാം. ചില ആൾക്കാർക്ക് ഹാർഡ് വർക്ക് ഹൈ ആയിരിക്കാം, ടാലൻറ്റ് കുറവായിരിക്കാം. അതായത് നോളജ് പോസിറ്റീവ് ആയിരിക്കും, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആയിരിക്കാം ഇതിനെ അപേക്ഷിച്ച്. ചില ആൾക്കാർക്ക് ടാലൻറ്റും കുറവായിരിക്കാം, എഫേർട്ടും കുറവായിരിക്കാം, അപ്പോൾ അവരുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആയിരിക്കാം, നോളജും നെഗറ്റീവ് ആയിരിക്കാം എന്നൊരു കാര്യമുണ്ട്. ഇത് ഒരു തിയററ്റിക്കലായിട്ടുള്ളൊരു അസംഷൻസ് ആണ്. ആൾക്കാരിൽ ഇത് പല രീതിയിൽ വേരി ചെയ്യാം.
പക്ഷേ നമുക്ക് വളരെ ബെറ്ററായിട്ട് ആൾക്കാരെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്നൊരു കാര്യമുണ്ട്. അപ്പം നമ്മൾ സമ്മറൈസ് ചെയ്യുന്നത് ആ ഹിസ്റ്റോറിക്കൽ ഡിബേറ്റ് ഓഫ് നേച്ചർ വേഴ്സസ് നർച്ചർ അല്ലെങ്കിൽ ടാലൻറ്റ് വേഴ്സസ് എഫേർട്ട് എന്നുള്ളൊരു കാര്യം ഒരു 10-20 കൊല്ലം ആയിട്ട് അതിനകത്തൊരു നമുക്കൊരു കൺക്ലൂഷൻ കിട്ടിയിട്ടുണ്ട്. അതിലെപ്പോഴും ഹാർഡ് വർക്കും എഫേർട്ടും ആണ് ടാലൻറ്റിനേക്കാളും ഫാർ ബെറ്റർ, സുപ്പീരിയർ എന്നുള്ളൊരു കാര്യം പ്രൂവൺ ആണ് എന്നൊരു കാര്യമുണ്ട്. താങ്ക് യു സോ മച്ച്.